ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇത്തവണത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡാണ്. അപ്പോൾ UK സ്കോട്ട്ലാൻഡിലേക്കുള്ള ഒരു 5 days ട്രിപ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എഡിൻബറയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു റൗണ്ട് ട്രിപ്പ് 5 ദിവസം കൊണ്ട് കറങ്ങി വീണ്ടും എഡിൻബറയിൽ തന്നെ വരുന്ന രീതിയിലുള്ള ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗ്ലെൻകോ, ഇൻവേർനസ്, ഫ്രേസർബർഗ്, അബർഡീൻ, ഡുണ്ടി, എഡിൻബറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു 5 days ട്രിപ്പാണ്. ഈ യാത്രയിൽ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളും ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അങ്ങനെ അവിടെ ചെന്ന് ക്യാമ്പിംഗ് സൈറ്റുകളിൽ ചെന്ന് ടെൻ്റ് അടിച്ച് താമസിക്കുവാനാണ് നമ്മുടെ ഒരു പ്ലാൻ. തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെയും സ്കോട്ട്ലാൻഡിൻ്റെയും ബോർഡറിലാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സീനറിയാണ് ഇവിടെ. ഇവിടെ നിങ്ങൾക്ക് കാണാം വെൽക്കം ടു സ്കോട്ട്ലാൻഡ്. ഈ പാറയുടെ അങ്ങോട്ട് ഇംഗ്ലണ്ടും അതിൻ്റെ നേരെ മറുവശത്ത് വന്നാൽ സ്കോട്ട്ലാൻഡ്. ഇതാണ് ശരിക്കും ഇംഗ്ലണ്ട് സ്കോട്ടിഷ് ബോർഡറായിട്ട് വരുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സീനറി ആണ് ഇവിടെ ഉള്ളത്. തന്നെ ഇവിടെ അതിൻ്റെ സ്കോട്ട്ലാൻഡിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും ഒരു മാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ വ്യൂ പോയിൻറ്റിൽ നമുക്ക് വണ്ടി നിർത്തി ഇടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ നിർത്തി ചെറിയൊരു റിഫ്രഷ്മെൻ്റൊക്കെ കഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ എന്തായാലും സ്കോട്ട്ലാൻഡിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ എഡിൻബറ സിറ്റിക്കകത്ത് കാർ പാർക്കിങ്ങിന് അത്യാവശ്യം നല്ല ചാർജുണ്ട്. അപ്പോൾ ChatGPT നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് കാർ പാർക്കിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് പാർക്ക് ആൻഡ് റൈഡ് എന്ന ഓപ്ഷൻ ആയിരുന്നു. ഇംഗ്ലിസ്റ്റൺ പാർക്ക് ആൻഡ് റൈഡ് എന്ന് സെർച്ച് ചെയ്താൽ ആ ലൊക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ ഏകദേശം 1000-ലധികം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഫ്രീ കാർ പാർക്കിംഗ് ആണ്. അവിടെ നിന്ന് നമുക്ക് ട്രാം സർവീസസ് സിറ്റിയിലേക്ക് ലഭ്യമാണ്. അങ്ങനെ ആ ട്രാമിനുള്ള ടിക്കറ്റ് നമ്മളവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിലേക്ക് ട്രാം സർവീസിൽ പോവുകയും അവിടെ നിന്ന് പകൽ മുഴുവൻ സിറ്റിയെല്ലാം കണ്ട് തീർന്നതിന് ശേഷം വൈകുന്നേരം തിരിച്ച് വീണ്ടും കാർ പാർക്കിങ്ങിലേക്ക് വന്ന് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. കാർ പാർക്ക് ചെയ്തതിന് ശേഷം പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സിറ്റി ലൊക്കേഷനിലേക്കാണ് നമ്മൾ ട്രാമിന് ടിക്കറ്റ് എടുത്തത്. അവിടെ പ്രിൻസസ് സ്ട്രീറ്റിൽ നമ്മൾ ഇറങ്ങിയ ശേഷം നേരെ ഓപ്പോസിറ്റ് തന്നെ അവിടെ മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എഡിൻബറ കാസലിൻ്റെ ഒരു വ്യൂ അവിടെ നിന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ കുറച്ച് സമയം ആ ഗാർഡനിലൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്കവിടെ നിന്ന് വീണ്ടും സിറ്റിക്ക് അകത്തോട്ട് വരികയും സിറ്റിയിലൂടെയൊക്കെ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിൽ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കുകയും ചെയ്യാവുന്നതാണ്. എഡിൻബറ സിറ്റിയിൽ മ്യൂസീഷ്യൻസ് ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു.
അങ്ങനെ സിറ്റിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ട്രാമിൽ കയറി കാർ പാർക്കിങ്ങിലേക്ക് മടങ്ങിപ്പോന്നു. ഇതാണ് നമ്മുടെ ടെൻറ്റ്. കാറിനോട് ചേർന്ന് തന്നെ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെൻറ്റിൻ്റെ പുറത്തായിട്ട് ഇവിടെ 2 ഫോൾഡബിൾ ചെയറും പിന്നെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഗ്യാസിൻ്റെ ഒരു സ്റ്റൗ ആണ്, പോർട്ടബിൾ സ്റ്റൗ, 2 ബർണർ ഉള്ളതാണ്. ഇവിടെ നിന്ന് ഇത് ഇലക്ട്രിക് ഹുക്കപ്പാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടെൻറ്റിലേക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റി, മൊബൈൽ ചാർജിങ്ങിനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുന്നത് ഇതിൽ നിന്നാണ്. അതിൻ്റെ കണക്ഷൻ നമ്മൾ ടെൻറ്റിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഇവിടെ മെയിൻ ഡോർ നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നിന്ന് അകത്തേക്ക് കയറിയാൽ അകത്തായിട്ട് ചെറിയൊരു ക്യാബിനുണ്ട്. ആ ക്യാബിൻ ഇതുപോലെ സിബുള്ള ഡോറാണ്. അത് വെച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 പേർക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇതിനകത്തുണ്ട്. അതിനകത്ത് തന്നെ ഒരു പോർട്ടബിൾ ലാമ്പും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ ചെറിയ ലൈറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ലൈറ്റ് പ്രകാശമുള്ള ഒരു ലാമ്പാണ്. നമ്മുടെ സ്കോട്ട്ലാൻഡ് ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമാണിന്ന്. ഇന്നലെ ഞങ്ങൾ അത്യാവശ്യം എഡിൻബറ സിറ്റിയും അതുപോലെ കാസിൽ അങ്ങനെയുള്ള ഏരിയയൊക്കെ ഒന്ന് കണ്ടു. അതിനുശേഷം വൈകുന്നേരം എഡിൻബറയിൽ തന്നെയുള്ള ഒരു ക്യാമ്പിംഗ് സൈറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടെൻറ്റൊക്കെ അടിച്ച് നൈറ്റ് നമ്മളിവിടെ കുക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ സ്റ്റേ ചെയ്തു. ഇനി നമ്മൾ ഇന്ന് 2ാം ദിവസം രാവിലെ നമ്മളിവിടെ നിന്ന് റെഡിയായി. ഇനി ടെൻറ്റൊക്കെ അഴിച്ച് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഇനി പോകുന്ന വഴി കെൽപ്പീസ്, ഫാൽക്രിക്ക് വീൽ ഒക്കെ കണ്ട് അവസാനം ഗ്ലെൻകോ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു. ഈവനിങ് അവിടെ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്കോട്ട്ലാൻഡിലെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള കെൽപ്പീസ് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. കെൽപ്പീസും അതുപോലെ ഫാൽക്രിക്ക് വീൽ എന്ന് പറയുന്ന ബോട്ടിങ്ങിൻ്റെ ഒക്കെ ഉള്ള ഏരിയ ആണ്. കെൽപ്പീസ് വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് കാർ പാർക്കിങ്ങിനുള്ള ഏരിയ ആണിത്. മെയിനായിട്ട് ഇവിടെ രണ്ട് കാർ പാർക്കിങ്ങുകളാണുള്ളത്. ഹെലിക്സ് കാർ പാർക്കിംഗ് എന്നാണ് അത് പറയുന്നത്. അതിൽ ഒരു പാർക്കിംഗ് ഏരിയ ആണിത്. ഈ 10 മണിക്കും 2 മണിക്കും ഇടയിൽ വരുന്നവർക്ക് ഇവിടെ കാർ പാർക്കിങ്ങിന് പേ ചെയ്യണം. 10 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ 2 മണിക്ക് ശേഷമോ വരുന്നവർക്ക് കാർ പാർക്കിംഗ് ഫ്രീ ആണ്. ഇവിടെ കാർ പാർക്ക് ചെയ്ത് കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇവിടെ അതിൻ്റെ ഏരിയയുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട മെയിൻ അട്രാക്ഷൻസ് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ കെൽപ്പീസും അതുപോലെ ഫാൽക്രിക്ക് വീലിൻ്റെ സ്റ്റാർട്ടിങ്ങും ആ റൂട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് 2 വഴികളാണ്. ഇവിടുന്ന് ഒന്ന് അങ്ങോട്ടും അതുപോലെ ഒരു വഴി ഇങ്ങോട്ടും. നമുക്ക് ഈ മാപ്പ് നോക്കി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. കെൽപ്പീസിലേക്കുള്ള ഫുട്പാത്താണ്. അങ്ങനെ നമ്മൾ കെൽപ്പീസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് അത്യാവശ്യം നല്ല സൂര്യപ്രകാശമുള്ള ദിവസമാണ്. ഇന്നലെ ഞങ്ങൾ എഡിൻബറ സിറ്റി കാണാനായിട്ട് ഇറങ്ങിയ സമയത്ത് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം നടക്കാൻ പറ്റിയില്ല. ഇന്ന് നേരെ ഓപ്പോസിറ്റാണ്. നല്ല ശക്തമായിട്ടുള്ള വെയിലാണ്. എങ്കിലും ആളുകൾക്ക് കുറവൊന്നുമില്ല. ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പം തന്നെയാണ് ഇത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്കൾപ്ചറാണ് ഇവിടെ സ്കോട്ട്ലാൻഡിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്.
ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു മനുഷ്യൻ്റെ ഹൈറ്റും അതിൻ്റെ ഹൈറ്റും തമ്മിലുള്ള വ്യത്യാസം. അത്ര ഭീമാകാരമായിട്ടുള്ള ഒരു ശില്പമാണ് കെൽപ്പീസ്. ഈ കെൽപ്പീസ് എന്ന് പറയുന്ന സ്കൾപ്ചറിൻ്റെ പുറകിൽ ചില ചരിത്രങ്ങളുണ്ട്. ഈ കെൽപ്പീസ് എന്ന് പറയുന്ന ഈ 2 കുതിരകൾ അതെന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ പുറകിലുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത്, ഈ സ്കോട്ട്ലാൻഡിൻ്റെ രൂപീകരണ സമയത്ത് പല ഭാഗങ്ങളും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഭാരം ചുമക്കുന്നതിന് വേണ്ടി കുതിരകളെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ കുതിരകൾ വളരെ അധികം ഇതിനു വേണ്ടി ഈ സ്കോട്ട്ലാൻഡിൻ്റെ ഇന്ന് കാണുന്ന ഡെവലപ്മെൻറ്റിന് പുറകിൽ ആ കുതിരകൾക്കും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അങ്ങനെ ആ കുതിരകളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ 2 കുതിരകളുടെ ഒരു രൂപം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ മറ്റൊരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കഥയും നിലവിലുണ്ട്. അതായത് പണ്ടുകാലത്ത് മുത്തശ്ശി കഥകളിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ ഒരു വാട്ടർ സ്പിരിറ്റ്, നമ്മൾ ജലഭൂതം എന്നൊക്കെ പറയുന്ന അതുപോലെ ഒരു വാട്ടർ സ്പിരിറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് ഇവർക്കുണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ വെള്ളത്തിൽ ചാടി അല്ലെങ്കിൽ സമുദ്രത്തിലേക്കൊക്കെ ചാടി മരിക്കുവാൻ പ്രേരിപ്പിച്ചിരുന്ന ഒരു ആത്മാവെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആ വാട്ടർ സ്പിരിറ്റിൻ്റെ ഓർമ്മയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ കുതിരകളുടെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്കോട്ട്ലാൻഡിൻ്റെ രൂപീകരണത്തിൽ ഒരു വലിയ പങ്കുവഹിച്ച കുതിരകളുടെ ആ ശക്തിയും അതോടൊപ്പം തന്നെ ഇവരുടെ ആ നാടോടി കഥകളുടെ ഒരു പ്രാധാന്യവും ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു പ്രതിമയാണ് ഈ കെൽപ്പീസ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുറച്ച് നടക്കാനുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ്, കോഫി, ഹോട്ട് ഡോഗ്സിൻ്റെയൊക്കെ ചെറിയ ഷോപ്പും ഈ കെൽപ്പീസിനോട് ചേർന്ന് തന്നെ ഉണ്ട്. കെൽപ്പീസൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അടുത്തതായിട്ട് കാണാൻ വന്നിരിക്കുന്നത് ഫാൽക്രിക്ക് വീലിലേക്കാണ്. അപ്പോൾ ഫാൽക്രിക്ക് വീലിൽ എന്തായാലും ബോട്ട് റൈഡിന് നമ്മൾ കയറുന്നില്ല, പുറത്തു നിന്ന് അത് ഒന്ന് കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നതാണ് ഫാൽക്രിക്ക് വീൽ. അതിപ്പോൾ കറങ്ങി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫാൽക്രിക്ക് വീലിലെ ബോട്ട് അത് കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആ മുകളിൽ നിങ്ങൾക്ക് കാണാം ഒരു ബോട്ടാണ് അവിടെ ഉള്ളത്. ആ ബോട്ട് അങ്ങനെ തന്നെ അത് കറക്കി താഴെ കൊണ്ടുവന്ന് ഇറക്കും. ഇവിടെ നിന്ന് മുകളിൽ നിന്നൊരു കനാലാണ് ഇങ്ങനെ പോകുന്നത്. ആ കനാലിലൂടെ ബോട്ട് വന്ന് ഇവിടെ വരും. അവിടെ നിന്ന് ശേഷം അത് കറങ്ങി താഴോട്ട് വരും. അങ്ങനെ ഫാൽക്രിക്ക് വീൽ കറങ്ങി താഴെ വന്നിട്ടുണ്ട്. ഇനി ആ ബോട്ട് നേരെ അവിടെ നിന്ന് മുമ്പോട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ 2 ലെയറായിട്ടാണ് ഈ ബോട്ട് റൈഡ്. നമുക്ക് ഈ ബോട്ടിൽ റൈഡ് ചെയ്യാം. അതിന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണം. ഇത് ഇവിടെ നിന്ന് ശരിക്കും ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ഇത് കണ്ടിട്ട് പോകണമെന്നുള്ളവർക്ക് അങ്ങനെ കണ്ടിട്ട് പോകാവുന്നതാണ്. ഫാൽക്രിക്ക് വീൽ കണ്ടു കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് തിരിച്ച് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്.